കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും CPM നേതാവുമായ PP ദിവ്യ പറഞ്ഞ ഒരു പ്രസ്താവനയെ വിമർശിച്ചും അനുകൂലിച്ചും പലരും രംഗത്ത് വന്നിരുന്നു. അവർ നടിമാരായ അനുശ്രീക്കും സീമാജി നായർക്കും എതിരെയായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ് കുറിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുകൂലിച്ച് സംസാരിച്ചു എന്നതിൻ്റെ പേരിലായിരുന്നു അവർ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചത്. രാഹുലിനെ കുറ്റപ്പെടുത്തുമ്പോൾ, അതായത് ഈ ഒരു പോസ്റ്റിൽ രാഹുലിനെ കുറ്റപ്പെടുത്തുമ്പോൾ മറ്റു ചിലരാകട്ടെ PP ദിവ്യയുടെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ അവരോട് വ്യക്തവും സ്പഷ്ടവുമായ ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഉത്തരം മുട്ടിക്കുകയാണ് ഉണ്ടായത്. കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിന് പുറത്തു കഴിയുന്ന ഗോവിന്ദചാമിയാണ് എന്നതായിരുന്നു PP ദിവ്യയുടെ പ്രസ്താവന. രാഹുലിനെ പിന്തുണച്ച് രംഗത്ത് വന്ന അനുശ്രീക്കും സീമാജി നായർക്കുമെതിരെയായിരുന്നു PP ദിവ്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്നാൽ PP ദിവ്യയ്ക്ക് എന്തർഹതയാണ് ഈ രണ്ട് സ്ത്രീകളെ കുറിച്ച് സംസാരിക്കാൻ എന്നതായിരുന്നു പല കോണുകളിൽ നിന്നും വന്ന ചോദ്യങ്ങൾ. 34 വർഷം സുദീർഘമായ ഒരു സർക്കാർ സേവനം ചെയ്ത, അഴിമതിയുടെ അവിടെ കറ പുരളാത്ത സർവീസ് റെക്കോർഡുമായി പടിപടിയായി ഉയർന്നു വന്നിരുന്ന ഒരു മനുഷ്യൻ, ഒറ്റ ദിവസം കൊണ്ട് അഴിമതിക്കാരനായി ചാപ്പുകുത്തി മരണത്തിന്റെ ടിക്കറ്റ് എടുത്തു കൊടുത്ത നിങ്ങൾക്ക് രാഷ്ട്രീയം പറയാൻ എന്ത് അവകാശമാണ് എന്നതാണ് ഇപ്പോൾ PP ദിവ്യയോട് സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് കൂടിയായ അഞ്ജു പർവതി ചോദിക്കുന്നത്. അവർ പങ്കുവച്ച പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്. മാത്രമല്ല അതിൽ കൂടുതലായി തന്നെ PP ദിവ്യയെ രൂക്ഷമായ ഭാഷയിലാണ് ഈ പോസ്റ്റിലൂടെ അവർ വിമർശിച്ചിരിക്കുന്നത്. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: എന്തായാലും ഈ കണ്ണൂർ സഹാത്തി ചെയ്തതുപോലെ ഒരു കൊടും പാപം ഈ രണ്ടു പെണ്ണുങ്ങൾ ചെയ്തിട്ടില്ല. സീമ ചേച്ചിയോ അനുശ്രീയോ ഒരു കുടുംബത്തെ അനാഥമാക്കി 2 പെൺകുട്ടികൾക്ക് അവരുടെ അച്ഛനെ ഇല്ലാതാക്കി കൊടുത്തില്ല. ഈ 2 സ്ത്രീകളും എന്തായാലും പകമൂത്ത് ഭ്രാന്തിളകി ഒരു മനുഷ്യനെ മരണത്തിലേക്ക് തള്ളിവിട്ടില്ല. അവരിതുവരേക്കും നിങ്ങളെപ്പോലെ വിളിക്കാത്ത ഒരു ചടങ്ങിലേക്കും കയറി ചെന്നിട്ടില്ല. മനുഷ്യനെ പച്ചയ്ക്ക് അപമാനിച്ച് കൊല്ലാൻ കച്ച മുറുക്കിയിട്ടുമില്ല സഹാത്തി. പിന്നെ ഗോവിന്ദചാമിയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് 2 വാക്ക് ഓർമ്മിപ്പിക്കട്ടെ സഹാത്തി. കൂടുതൽ കളിച്ചാൽ പിന്നെ തന്തയില്ലാത്ത കൊച്ചിനെ ഉണ്ടാക്കി തരുമെന്ന് കൂടെയുള്ള സഹാത്തിയെ നോക്കി പറഞ്ഞ് ഏതോ ഒരു കമ്മിച്ചായെ എടുത്ത് ഷോപ്പീസായിട്ട് പാർട്ടി ഓഫീസിൽ വെച്ചിരിക്കുന്ന നിങ്ങൾക്ക് എന്ത് ധാർമ്മികതയാണുള്ളത് സ്ത്രീയെ അടുത്തവരെ വിമർശിക്കാൻ? പിന്നെ മറ്റൊന്ന്, ശശി സഖാവിൻ്റെ പീഡന മെഷീൻ്റെ തീവ്രത അളക്കാൻ നിങ്ങളുടെ ശ്രീമതി സഹാത്തിയും ബാലൻ സഖാവും ഇറങ്ങി തിരിച്ചതുപോലെ ഒരു സാഹസം മറ്റൊരു പാർട്ടിയും ഇതേവരെ കാണിച്ചിട്ടില്ല. കൊല്ലം MLAയുടെ ഗ്ലൂ ഒട്ടിക്കൽ മെക്കാനിസത്തിന് അങ്ങേർക്ക് എതിരെ വന്ന മീറ്റു ആരോപണങ്ങൾക്കെതിരെയൊക്കെ ലേശം കമ്മ്യൂണിസ്റ്റ് പച്ചലോഹ്യം കൊടുത്ത് ശമനമുണ്ടാക്കിയിട്ട് പോരെ അടുത്തവരെ വിമർശിക്കാൻ? ആനവണ്ടി മന്ത്രി കാണിച്ചു കൂട്ടിയ കഥകളുടെ നീണ്ട ലിസ്റ്റും കണ്ടും കേട്ടും അടുത്ത പൊതുജനത്തിനോട് സഹാത്തിയുടെ പ്രസംഗം കാണിക്കുന്നത്. എന്തായാലും മാങ്കൂട്ടത്തിന് കണ്ട പെണ്ണുങ്ങളുടെ ഭർത്താവിൽ നിന്ന് കരണം പൊക്കേക്കണ അത്രമാതിരി തല്ല് കിട്ടിയിട്ടില്ല. രാത്രിയാവുമ്പോൾ റമി മാർട്ടിൻ സേവയുടെ അസ്ഥിതയിൽ സ്വപ്ന സുരേഷിൻ്റെ മൊബൈലിൽ ശൂശു വിളിക്കുന്ന രാമകൃഷ്ണ സഹാവിൻ്റെയും മൂന്നാറിലെ മൂവന്തിയിൽ മുത്താരമായി മാറാം കൂടെ വാ എന്ന് വിളിക്കുന്ന കയറുപിരി സഹാവിൻ്റെയും ഒക്കെ ഏനക്കേട് തീർത്തു കൊടുക്കാനുള്ള ലോഹ്യം അടുപ്പത്ത് വെച്ചിട്ട് പോരായോ ഈ പ്രസ്താവന? 34 വർഷം സുദീർഘമായ സർക്കാർ സേവനം ചെയ്ത, അഴിമതിയുടെ കറ പുരളാത്ത സർവീസ് റെക്കോർഡുമായി പടിപടിയായി ഉയർന്നു വന്നിരുന്ന ഒരു മനുഷ്യനെ ഒറ്റ ദിവസം കൊണ്ട് അഴിമതിക്കാരനാക്കി ചാപ്പുകുത്തി മരണത്തിൻ്റെ ടിക്കറ്റ് എടുത്തു കൊടുത്ത നിങ്ങൾക്ക് രാഷ്ട്രീയം പറയാൻ എന്താണ് അവകാശം? സ്വന്തം ബിനാമി ബിസിനസ്സിന് കുട പിടിക്കാൻ നിൽക്കാത്തത് കൊണ്ട് മാത്രം നിങ്ങളുടെ ബ്ലാക്ക് ലിസ്റ്റിൽ കയറിപ്പറ്റിയ ഒരു മനുഷ്യനെ ഒറ്റ ദിവസം കൊണ്ട് തകർത്ത് തരിപ്പണിമാക്കിയ കോൾഡ് ബ്ലഡഡ് സൈക്കോ മൈൻഡഡ് സെറ്റ് എന്തായാലും സീമ ചേച്ചിക്കില്ല, അനുവിനുമില്ല. പകയുടെ കരിമ്പനയ്ക്ക് മേലെ കുടിയിരുന്നു കൊണ്ട് ഒരു പാവം മനുഷ്യജീവിയെ കൊന്ന് കൊല വിളിച്ച് പച്ചയ്ക്ക് ചോര കുടിച്ച ഒരു നികൃഷ്ട ജന്മമല്ല ആ 2 സ്ത്രീകൾ. എന്തായാലും അവരുടെ മേലെ ഒരു ആത്മാവിൻ്റെയും ശാപമില്ല. ആദ്യം സ്വന്തം മുറ്റത്ത് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന സെപ്റ്റി ടാങ്ക് കോരിക്കളഞ്ഞ് വൃത്തിയാക്ക്, എന്നിട്ട് മതി അപ്പുറത്തെ പറമ്പിലെ കള പറിക്കാൻ ഇറങ്ങാൻ. ഇതായിരുന്നു അവരുടെ പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.